1-2 വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ മലയാളത്തിൽ ഇവിടെ 3 കാര്യം ഓരോ ദാവീദിൽ പറയുന്നത്. ലംഘനം, പാപം, അകൃത്യം. 2 വാക്യങ്ങൾ 3 കാര്യങ്ങൾ. പാപം, ലംഘനം, അകൃത്യം. നിങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ടുണ്ടോ ഈ സങ്കീർത്തനത്തെ? ട്രൈനിറ്റി ഫോം ഓഫ് സിൻ. പാപത്തിന്റെ 3 തൃത്വ രീതിയാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിന് തൃത്വമുള്ളതുപോലെ പിശാചിന് തൃത്വമുണ്ട്, പാപത്തിന് തൃത്വമുണ്ട്. നിങ്ങൾ വേദവസം പഠിക്കുമ്പോൾ പാപത്തെ ഒരു പേഴ്സണായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസിന്റെ ആശയം പാപം ഒരു വ്യക്തിയാണ്, വ്യക്തിത്വം കൊടുത്ത് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പൊ പറയാൻ സമയമില്ല. പാപം, ലംഘനം അഥവാ സിൻ, ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഇനിക്വിറ്റി, 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ, ഈ അധ്യായത്തിൽ എടുത്തു പറയുന്നു. ട്രൈയൂൺ ഫോം ഓഫ് സിൻ, പാപത്തിന്റെ 3 അവസ്ഥകൾ. എന്താണ് പാപം? എന്താണ് ട്രാൻസ്ഗ്രഷൻ? എന്താണ് ഇനിക്വിറ്റി? ഇത് 3 നാം മനസ്സിലാക്കി, ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ എവിടെയെങ്കിലും ചെന്ന് ചാടാത്തത് ഒക്കെ ഇല്ല. ദൈവം നിഷ്കർഷിക്കുന്ന പല ഭാഗങ്ങളും നമ്മൾ മനഃപൂർവ്വം വിസ്മരിക്കുകയും സൗകര്യം പോലെ ഉപയോഗിക്കുകയും വിശുദ്ധരായി നടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സകല മനുഷ്യർ. അവസരം വരുമ്പോൾ അവസരം പോലെ മുങ്ങും, വാക്യങ്ങൾ വെച്ച് മുങ്ങും. നമ്മളെ എന്നെ ബാധിക്കുന്നതല്ല അതെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയും, അത് സാരമില്ല എന്ന് പറഞ്ഞ് ഒഴിയും. ഇന്നത്തെ കാലത്ത് വിശുദ്ധിയുടെ ഉപദേശങ്ങൾ തീരെ ഇല്ല, പറഞ്ഞാൽ നമുക്ക് സൂചിച്ചിട്ടില്ല. വിശുദ്ധിയുടെ ഉപദേശം പറഞ്ഞാൽ പണ്ടത്തെ സഭകൾ വിശുദ്ധിയുടെ ഉപദേശമായിരുന്നു കർശനമായി പറഞ്ഞിട്ടുള്ളത്. അതെ, അവിടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് നമുക്ക് പലർക്കും അത് വിഷമം ഉണ്ടാക്കുന്നത് കൊണ്ടും ആളുകൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൊണ്ട് കിടക്കുന്നില്ല. പക്ഷെ അത്യാവശ്യമായ കാര്യമാണ് കറക്ഷൻ. പാപവും അകൃത്യവും ഈ സങ്കീർത്തനത്തിന്റെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനത്തിന്റെ അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവവൈതൽ പാപം ചെയ്താൽ, ഒരു ദൈവവൈതലാണ്, അവനുണ്ടാകുന്ന മാനസിക സംഘർഷവും പിരിമുറുക്കവും വിഷമവും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി കാണാം. ഒരു ദൈവവൈതൽ പാപം ചെയ്താൽ അവനുണ്ടാകുന്ന മാനസിക സംഘർഷം അവന്റെ വ്യക്തിപരമാണ്, മറ്റുള്ളവർക്കല്ല. വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരുത്തൻ തെറ്റിൽ അകപ്പെട്ടു പോയി, പിന്നീട് അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ദൈവസന്നിധിയിൽ അവന്റെ ഞരക്കവും മൂളലും പ്രയാസങ്ങളും പരിഹരിക്കുവാൻ വയ്യാതെ നെടുവീർപ്പിടുന്ന ഭക്തന്മാർ, അവർ ഭക്തന്മാർക്കേ ഉള്ളൂ ആ പ്രശ്നം. ദാവീദിന് ആ പ്രശ്നം ഉണ്ടായി. ദാവീദ് പാപം ചെയ്തു, എനിക്കറിയാം. 50 സങ്കീർത്തനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് ഉണ്ടായ മാനസിക സംഘർഷവും വ്യഥയും പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. നോക്കണം, ദാവീദ് ആ വാക്യത്തിൽ, ആ ഭാഗത്തിൽ പറയുമ്പോൾ രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ഞ വേനൽക്കാലത്തിലെ മുറ്റത്താൽ എന്ന പോലെ. ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ദൈവവേദനയിൽ മിസ്റ്റേക്ക് ചെയ്തിട്ട് ഉറക്കമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയും ഞരങ്ങുകയും വിഷമിക്കുകയും ചെയ്യുന്ന, പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? പാപത്തിന്റെ കുറ്റം ഓർമ്മ വന്നപ്പോൾ, ദൈവത്തിൽ ചെയ്ത അനീതി ഓർമ്മ വന്നപ്പോൾ, ആ മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് നെടുവീർപ്പിടുകയും കരയുകയും വിഷമിക്കുകയും എന്റെ മജ്ഞ പോലും വേനൽക്കാലത്തിലെ ഉഷ്ണം പോലെ ഉരുകിപ്പോയി, ഉണങ്ങിപ്പോയി എന്ന് പറയത്തക്ക മാനസിക സംഘർഷം ഒരു ദൈവത്തിലുണ്ടെങ്കിൽ നീ ഒരു യഥാർത്ഥ ദൈവം. ദാവീദിനെ കുറിച്ച് ദൈവം ചുമ്മാ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റുകളെ മനസ്സിലാക്കി തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ, ആ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. എന്തുവാ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ? എന്തുവാ? നിങ്ങൾ അറിയാതെ, നിങ്ങൾ ആരും അറിയാതെ ഞാൻ സ്വയമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് മാത്രം അറിയാവുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മോചിതനാകുവാൻ ഞാൻ എടുത്ത നെടുവീർപ്പ്, ദൈവത്തിൽ കഴിക്കുന്ന ഞരക്കം, പ്രാർത്ഥന, അത് വിലപ്പെട്ടതാണ്. അത് നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ അപമാനിക്കുന്നതിന് ഭേദം സ്വയം തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് തിരുത്തുന്നതാണ് ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. തെറ്റുകൾ വരും, തെറ്റുകൾ വരും.
ധാരാളം തെറ്റുകൾ. മനുഷ്യരല്ലേ? ഇന്നലെ തന്നെ ഇവിടുത്തെ ക്ലാസ് ഞാൻ ഓൺലൈനിൽ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ശ്രദ്ധിക്കണം. മനുഷ്യനാണ്. അതിലൊക്കെ കറക്റ്റ് ചെയ്യുവാൻ, അതിനെ മാനേജ് ചെയ്യുവാൻ, സെൽഫായിട്ട് നമ്മുടെ ജീവിതത്തെ മാനേജ് ചെയ്യുവാൻ, വിരുദ്ധമായി മാനേജ് ചെയ്യുവാൻ നമ്മൾക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ ഇന്നും ആത്മീയ പക്വത പ്രാപിച്ചിട്ടില്ല. ആമേൻ. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ആത്മീയ വിഷയത്തിലും ഭൗതിക വിഷയത്തിലും സെൽഫ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിന് വിരുദ്ധമായി എന്നിൽ വരുന്ന ഏത് പാവ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഞാൻ പ്രാപ്തനായിരിക്കണം. എന്നോട് തന്നെയാണ്. ആമേൻ. ദാവീദോട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കഴുതയെ പോലെ, പിന്നെ കോവർ കഴുതയെ പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ മുഖപ്പട്ടയും കടിഞ്ഞാലും കൊണ്ട് അവയെ വല്ലാത്ത വാക്യമല്ലയോ? ആമേൻ. ദാവീദ് ആരോടാണ് പറയുന്നത്? തന്നോട് തന്നെയാണ് പറയുന്നത്. എഴുതിയപ്പോൾ നിങ്ങളൊന്ന് എഴുതി, തന്നോട് തന്നെയാണ് പറയുന്നത്. ബുദ്ധിയില്ലാത്ത കഴുതയെ പോലും കോവളതയുടെ പോലെ ആണെന്ന് പറഞ്ഞാൽ എന്നിൽ വ്യാപരിക്കുന്ന പാപസ്വഭാവങ്ങളെ അടക്കുവാൻ, എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന പാപപ്രവർത്തനങ്ങളെ അടക്കുവാൻ, നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിവില്ലെങ്കിൽ കോവർ കഴുതയേക്കാൾ മോശമാണ് ഞാൻ എന്നാണ് ദാവീദ് പറഞ്ഞത്. സെൽഫ് അസസ്മെന്റ്. നിങ്ങളെ കുറിച്ചല്ല. ആമേൻ. സെൽഫ് അസസ്മെന്റ്. എന്നിൽ വന്നു പോകുന്ന തെറ്റുകൾ മുഖപ്പെട്ട കൊണ്ട് കുതിരയെ തിരിക്കുന്നത് പോലെ അതിൽ നിന്ന് തിരിച്ചു വിടുവാൻ ഞാൻ പ്രാപ്തനാണെങ്കിൽ ഞാനൊരു ദൈവവേദന. തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടോ? തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ടോ? ദൈവസ്ഥൻ ഒരു പ്രാഗൽഭ്യവും ഉണ്ടാകുന്നില്ല. ആമേൻ. അവിടെ ഈ ദാവീദിന്റെ സങ്കീർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പൗലോസിന്റെ സങ്കീർത്തനം, പൗലോസിന്റെ ആശയങ്ങൾ പോലെ ഇഷ്ടപ്പെട്ട. പിന്നെ ദാവീദിന്റെ അകത്യം ക്ഷമിച്ചു കിട്ടിക്കഴിഞ്ഞ് ദാവീദ് വളരെ ഉല്ലാസ ഭാഷ പോകേണ്ടത് വഴി എന്നെ കാണിക്കണമേ ദൃഷ്ടി വെച്ച്. അത്ര നല്ല വാക്യം. ഞാൻ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്യം. പോകേണ്ടത് ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പറയും, കർത്താവേ ഇന്ന് പോകേണ്ടത് വഴി എന്നെ കാണിച്ചാൽ മതി, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞാൽ മതി. ഒന്നുകൂടെ എന്റെ കരം പിടിച്ചെന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥന, എല്ലാ ദിവസവും ഉരുവിടുന്ന വാക്യം. അല്ലെങ്കിൽ ഞാൻ മിടുക്കനായി തിരിച്ച് വീട്ടിലെത്തുകയല്ലോ, എനിക്ക് നന്നായിട്ടറിയാം. ആമേൻ. എത്രയോ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങൾ മുമ്പിൽ കടന്നു വരും. അതിനെ അതിജീവിക്കാനുള്ള പരിജ്ഞാനവും അതിനെ അതിജീവിക്കാനുള്ള കഴിവും തരുന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് മടങ്ങിവരട്ടെ. സങ്കീർത്തനത്തിന്റെ അത്രയുമാണ്. ഇനി സങ്കീർത്തനത്തിൽ അതിന്റെ 3 ട്രയോഡ് ഫോം ഓഫ് സിൻ, ത്രിഭാവത്തിന്റെ 3 അവസ്ഥാഭേദങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപം എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ പാപം? പാപം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം പാപമാണ്. അത് മനസ്സിലായി. തിരുവചനത്തിൽ എന്തെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അസൂയ, കോപം, ജാരശങ്ക, അങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ ഈ തിരുവചനത്തിൽ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മുഴുവൻ പാപമാണ്. ജീവിതത്തിന്റെ മാന്യതയ്ക്കും ജീവിതത്തിന്റെ വിശുദ്ധിക്കും നിരക്കാത്തതായ എന്തുണ്ടെങ്കിലും എല്ലാം പാപത്തിന്റെ ലിസ്റ്റിൽ പെടുന്നതാണ്. ആമേൻ. എന്നാൽ കുറച്ചുകൂടെ കഴിക്കുമ്പോൾ ട്രാൻസ്പിറേഷൻ ആൻഡ് ഇനിക്വിറ്റി അടുത്ത ലെവൽ മാറുന്നത്. നമ്മളായിരിക്കും പാപം ഒരു വലിയ പാപം കർത്താവ് ക്ഷമിക്കും കേട്ടോ. പക്ഷെ ട്രാൻസ്ഗ്രേഷനും ഇനിക്വിറ്റിക്കും ക്ഷമയുണ്ട്, അത് ഇച്ചിരി കട്ടിയാണ്. എന്താ ട്രാൻസ്ഗ്രേഷൻ? പാപത്തെ കുറിച്ച് ട്രാൻസ്ഗ്രേഷൻ അത് കണക്ട് ചെയ്യുക. 3 കണക്റ്റഡാണ്. ട്രാൻസ്ഗ്രേഷൻ നിയമലംഘനം. നിയമം നിങ്ങൾ അറിവുണ്ടോ? നിയമലംഘനം. ന്യായപ്രമാണം എന്ന നിയമം വന്നതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ കൂടുതൽ ബാധ്യതകളായിരുന്നു. നിയമമുള്ളവർക്ക് നിയമലംഘനമുണ്ട്. നിയമലംഘനം, ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കുന്നത് പാപമാണ്. പാപത്തിന്റെ ഒരു വേറൊരു ഫോമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഏതൊക്കെ പറഞ്ഞ ഇസ്രായേലിൽ നടന്നത് പാപമാണോ ട്രാൻസ്ഗ്രേഷനോ? ട്രാൻസ്ഗ്രേഷൻ എന്തുവാ? തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം എന്ത് ചെയ്തു? തിന്നു.
ഭർത്താവിനെ കൊടുത്തു, ഭർത്താവ് അറിഞ്ഞുകൊണ്ട് കാര്യം സാധിച്ചു, ഭക്ഷിച്ചു. അത് ട്രാൻസ്ഗ്രേഷനാണ്, നിയമലംഘനം. ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? ദൈവത്തിന്റെ ചോദ്യമാണ്. അതെന്ത് പറഞ്ഞേ? നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അപ്പൊ ഭാര്യമാരാണ് ഞങ്ങളുടെ പുരുഷന്മാരായ ഞങ്ങളുടെ പല തെറ്റുകൾക്കും അടിസ്ഥാനപരമായ കാരണം. പല കാര്യങ്ങൾക്കും അച്ചായന്മാരെ പ്രേരിപ്പിക്കുന്നത് അച്ചായത്തിമാരാണ്. എനിക്ക് അതറിയാം അല്ലെ? പല വിഷയങ്ങൾ പൂർത്തി കൊടുക്കുന്ന അച്ചായത്തിമാർ. സ്ത്രീകളെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണാലിറ്റി നല്ല കാര്യങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ എന്റെ സീനിയർ ഓഫീസർ VP സ്ത്രീയാണ്, അത് ബഹുമാനിച്ചല്ലേ വേണ്ടത്. സ്ത്രീകളെ ഞാൻ കൊടുത്ത് പറയുന്നില്ല. പക്ഷേ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുവാൻ, ഭർത്താക്കന്മാരുടെ ആ കാര്യങ്ങൾ വ്യതിചലിപ്പിക്കുവാൻ, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വില മുത്തുകളിൽ വേറും. മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില വളരെ വളരെ മോശമാണ്. ഭർത്താക്കന്മാർക്ക് വേറൊരാഴ്ച തരാം. ഭർത്താക്കന്മാർക്ക് ഒട്ടും കുറവല്ല ദൈവത്തിൽ. അതുകൊണ്ട് ഈ ഹവ്വാവുടെ വൃക്ഷഫലം കൊടുത്തു. ആദം മിടുക്കനായിരുന്നുകൊണ്ട് ആദം എന്ത് ചെയ്തു? ഒഴിയാൻ ശ്രമിച്ചു. നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ആദവനറിയാം ആദം ചെയ്തത് തെറ്റാണ്. മനഃപൂർവ്വം ആദം പാപം ചെയ്തു, സ്ത്രീയോ വഞ്ചിക്കപ്പെട്ടു. അത് വിവരിക്കുന്നില്ല ഞാൻ, സമയം കുറവ് മൂലം ഞാൻ വിവരിക്കുന്നില്ല. ഹവ്വ ചതിക്കപ്പെടുകയും ആദം മനഃപൂർവ്വം പാപം ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും നിയമലംഘനം ചെയ്തു. രണ്ടുപേരും നിയമലംഘിച്ചു. നിയമലംഘനമുള്ളിടത്താണ് ശിക്ഷ. ആ ശിക്ഷയ്ക്ക് പരിഹാരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി വന്നത്. വളരെ വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി വന്നത് നിയമലംഘനം നടത്തിയത് കൊണ്ടാണ്. ട്രാൻസ്ഗ്രേഷൻ. ആമേൻ. നിയമലംഘനത്തിന് ശിക്ഷയുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. ആ കഠിനമായ ശിക്ഷയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ പീഡിപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നിസ്സാര കാര്യമല്ല. കൽപ്പന ലംഘനം, നിയമലംഘനം, ട്രാൻസ്ഗ്രേഷൻ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. പാപം അറിയാതെ ചെയ്യും, അറിയാതെയും പാപം ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ കണ്ട് ട്രാൻസ്ഗ്രേഷനിലേക്ക് വരുമ്പോൾ അറിഞ്ഞുകൊണ്ടാണ് പാപം തെറ്റ് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് എന്തുകൊണ്ട്? ശിക്ഷ കൂടുതൽ. ഈ പ്രസംഗിക്കുന്ന ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കേൾക്കുന്ന നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അടിമായിക്കുന്നവനാണ് ഞാൻ. അത് അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് പ്രസംഗിക്കുന്നത്. ആമേൻ. നിങ്ങൾക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ 100 മടങ്ങ് ആടി എനിക്ക് കിട്ടും. അവൻ അറിഞ്ഞുകൊണ്ടാ ഇത്രയും പറഞ്ഞേച്ച് ഞാൻ പോയി നാളെ തെറ്റ് ചെയ്താൽ എന്നെ വെറുതെ വിടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ആമേൻ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇനിക്കുറ്റി. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ആത്മാവിനെ ബാധിക്കുന്ന, കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആത്മാവിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കടക്കുന്ന ഭാഗത്തെയാണ് ഇനിക്കുറ്റി, അകൃത്യം എന്ന് വിളിക്കുന്നത്. അതിനെ അകൃത്യം എന്നാ കണക്കാക്കുന്നത്. ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അകൃത്യങ്ങൾ, റിബലിയൻ, ഇമ്മോറാലിറ്റി, അങ്ങനെ പല കാര്യങ്ങളും അതിനെ പറയുവാൻ. മനഃപൂർവമായ ഒരു കാര്യം അറിഞ്ഞു പ്ലാൻ ചെയ്യുന്ന കാര്യത്തിനാണ് അകൃത്യം, ഇനിക്വിറ്റി എന്ന് വിളിക്കുന്നത്. ദാവീദ് ബത്ശേബയോട് ചെയ്തത് മനഃപൂർവമായി അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. മനഃപൂർവമായി അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. അത് ആ വാക്യം ആ 30-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ചേർന്ന് കിടക്കുന്നത്. മനഃപൂർവമായി അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളെ ഇനിക്വിറ്റി എന്ന് വിളിക്കുമ്പോൾ ആത്മാവിനെ ബാധിക്കും, ശരീരത്തെ ബാധിക്കുന്നുണ്ട്, സാധാരണമായി ക്ഷമിച്ചു കളയുന്നുണ്ട്. ആത്മാവിനെ ബാധിക്കുന്ന ഭാവങ്ങൾ അകൃത്യമെന്ന് വിളിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് നിത്യനരകത്തിൽ പോകുവാനുള്ള കാരണം നീ തന്നെ ഒരുക്കി വയ്ക്കുമ്പോൾ ആത്മാവിനെ ബാധിക്കുന്ന പാപങ്ങളെ നാം ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി കാര്യങ്ങൾ അറിയാം, നിയമങ്ങൾ അറിയാം, ദൈവിക ഇഷ്ടങ്ങൾ അറിയാം,
എന്നിട്ട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് പോയി ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ. ആമേ, നാളെ അടുത്ത ജൽബോർഡ് മീറ്റിംഗ് ആയി ഇന്ന പരിപാടി ഒപ്പിച്ച് പ്ലാൻ ചെയ്ത് വട്ടം കൂട്ടി വരുന്ന ആളുകളുണ്ടല്ലോ. ഇന്ന പോലെ ചെയ്യും. പാവം ഇനിക്കുറ്റി. ആമേ, ഏതെങ്കിലും മീറ്റിങ്ങിലോ എവിടെയെങ്കിലോ ഏതെങ്കിലും കാര്യത്തിലോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ ഓഫീസിൽ അനുഭവിച്ചിട്ടുണ്ട്, സഭയിൽ അനുഭവിച്ചിട്ടുണ്ട്, വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പ്രോഗ്രാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. ഒരു മനുഷ്യനെ അപമാനിക്കുവാൻ, ഒരു മനുഷ്യനെ തീർത്തുകെട്ടുവാൻ, അവന്റെ പൊസിഷനിൽ തള്ളിയിടുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ കണക്ക് കൂട്ടി ദൈവമക്കളായാലും കൊള്ളാം, ജഡീരായാലും കൊള്ളാം, ഒത്തൊരുമിച്ച് വരുന്ന അറ്റാക്ക് ഉണ്ടല്ലോ, അത് ദൈവത്തിന് ഇഷ്ടമല്ല. നിന്റെ ആത്മാവിനെ ബാധിക്കുന്നതാണ്. നീ ദിവസങ്ങളെടുത്ത് കണക്ക് കൂട്ടിയതാണ്. ആമേൻ, ആമേൻ. അങ്ങനെയുള്ളതിനാണ് എന്താ വിളിക്കുന്നത്? കൊലപാതകം മാത്രമല്ല, ആകൃത്യം. ആമേൻ. ഇത് മൂന്നും പാപത്തിന്റെ ട്രയംഫ് ഫോമാണ്. മൂത്ത് വരുന്നതാ. വന്ന പാവം ചെറിയ ഭാഗമൊക്കെ ചെയ്യും, കള്ളം വെച്ച കള്ളമൊക്കെ പറയും, ചോദിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്തത് ട്രാൻസ്ഗ്രഷനിലേക്ക്, നിയമലംഘനത്തിലേക്ക് കടക്കും. അടുത്തത് കണക്ക് കൂട്ടി പാപം അകൃത്യം ചെയ്യാൻ തുടങ്ങും. ഈ മൂന്ന് ഫോമിലേക്ക്, അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ ഒരു പാപിയായി തീരും. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പാടില്ല. ആമേൻ. നമ്മളൊക്കെ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ അറിയാവുന്നവരാണ്, ദൈവവചനം അറിയാവുന്നവരാണ്, പലപ്പോഴും പ്രസംഗിക്കുന്നവരാണ്, പ്രബോധനത്തിന് അവസരം കിട്ടിയാൽ വെച്ചു കാച്ചാൻ മിടുക്കരാണ്. ആമേൻ. പക്ഷേ സ്വന്തം ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് നിയന്ത്രണ വിധേയമാക്കി കുതിരകളെയും കോവലുകളിലെയും അടക്കുന്ന ചമയങ്ങളായ കടിഞ്ഞാണ് കൊണ്ട് അമക്കുന്നത് പോലെ സ്വന്തം ജീവിതത്തെ ഒതുക്കി അമക്കി കൺട്രോൾ ചെയ്ത് സെൽഫ് ഡിസിപ്ലിൻഡായി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നീ ഒരു വിശുദ്ധനാകൂ. അവൻ പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പോലെ പാപം, നിയമലംഘനം, ആകൃതി. നിങ്ങൾ ദിവസം പഠിക്കുമ്പോഴേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പഠിച്ചു എന്തെല്ലാം ദൈവീയ പദ്ധതികളുണ്ടോ അതിനെല്ലാം പാരലായിട്ട് പിശാചിന്റെ പ്രോഗ്രാമുണ്ട്. എല്ലാം കർത്താവിന് സഭയുള്ളതുപോലെ പിശാചിനുമുണ്ട് സഭ. എല്ലാത്തിനും ദൈവീക പദ്ധതികൾക്ക് മുഴുവൻ പാരലൽ പ്രോഗ്രാം ഉണ്ട് ബൈബിളിൽ. സാത്താന്യ പാരലൽ പ്രോഗ്രാം അതുപോലെയാണ് സാത്താൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്യുന്നത് എന്തും പാപമാണ്. ദൈവ കൽപ്പനകൾ ലംഘിക്കുന്നത് ട്രാൻസ്ഗ്രഷനാണ്. ആത്മാവിനെ ബാധിക്കുന്ന, കണക്ക് കൂട്ടി ചെയ്യുന്ന, മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങൾ ഇനിക്വിറ്റിയാണ്. ആമേൻ. അകൃത്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം. മനഃപൂർവ്വമായി കണക്കൂട്ടി ചെയ്യുന്ന അകൃത്യങ്ങൾ ദൈവമക്കളുടെ ആത്മജീവിതത്തെ ബാധിക്കും. ഈ ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ നല്ലൊരു ശതമാനം പെന്തക്കോസ്തുകാരും ജഡീക വിശ്വാസികളാണ്, ജഡീകന്മാരാണ്, ഹാർഡാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത, യാതൊരു ആത്മീയ ചൈതന്യമില്ലാത്ത, യാതൊരു വിധമായ ദൈവവചനം പാലിക്കാത്തതുമായ മിടുക്കന്മാരാണ് സഭ ഭരിക്കുന്നത്.